അപൂർവം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരമേശ്വരനും പത്മിനിയെല്ലാം പ്രിയ വീട്ടിലൊന്നും ഇല്ലാന്നറിഞ്ഞ് ആകെ ടെൻഷനിൽ നിൽക്കുവാണ്. ഈ സമയം വരണം അങ്ങോട്ടേക്ക് വരുന്നതും പരമേശ്വരൻ വരനോട് ചോദിക്കണേ, ഇന്നലെ നീ വീണ്ടും പ്രിയങ്കയും വേണ്ടി തല്ലുണ്ടാക്കിയോ? എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് തുറക്കം ഉണ്ടായോ? ഇല്ല, ഇന്നലത്തെ ആ സംസാരത്തിന് ശേഷം പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഇന്നലെ നീ പറയുന്നുണ്ടായല്ലോ അവളിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവളെ കൊന്നുകളയുമെന്ന്. ശരിക്കും നീ അവളെ കൊന്നുകളഞ്ഞോ? പത്മിനി ചോദിക്കണേ, അതെ, നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അന്നേരം പരമേശ്വരൻ പറയണേ, ഞാനെന്താ ഇവൻ പറയാത്ത കാര്യമൊന്നുമല്ലല്ലോ ചോദിച്ചത്, ഇവൻ തന്നെയല്ലേ അങ്ങനെ വെല്ലുവിളി നടത്തിയത്. അന്നേരം വരൻ പറയണേ, ഞാൻ ആ പറഞ്ഞതിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അവളിപ്പോൾ എങ്ങോട്ടാ പോയെന്നറിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് പോയതെങ്കിൽ അത് അവൾക്ക് കൊള്ളാം. അല്ല, ഇനിയും അവൾ തിരിച്ചു വരുവാണെങ്കിൽ എൻ്റെ നിലപാട് ഇത് തന്നെയായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എന്നെക്കാളും നല്ലത് അവളാണെങ്കിൽ ശരി, അവളെയും പിടിച്ച് ഇവിടെ തന്നെ നിന്നോ, ഞാനിവിടെ നിൽക്കില്ല. അങ്ങനെ പറഞ്ഞ വരൻ മുകളിലേക്ക് കയറി പോകുവാണ് കേട്ടോ. ഈ സമയം പത്മിനി പറയണേ, ചിലപ്പോൾ പ്രിയങ്ക മോള് അച്ഛൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് തന്നെ ആയിരിക്കും. ഞാനെന്താണെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ പത്മിനി രാധികനെ ഫോണിൽ വിളിക്കുക. അതെ, പ്രിയങ്ക മോള് ഇവിടെ ഒന്നുമില്ല, ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും അച്ഛനെ കാണാൻ വേണ്ടി പുറപ്പെട്ടതായിരിക്കും. അല്ല, അവിടെ എത്തിയിട്ടുണ്ടോ? ഇതുവരെ എത്തിയിട്ടില്ല. ചിലപ്പോൾ അച്ഛന് വേണ്ടി അമ്പലത്തിൽ വല്ല വഴിപാടോ നിറച്ചോ എന്തെങ്കിലും കഴിക്കാൻ കയറിയിട്ടുണ്ടാവും, അത് കഴിഞ്ഞെത്തുമായിരിക്കും. അന്നേരം പത്മിനി പറയണേ, ശരിയാ, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കാണും. പ്രിയങ്ക മോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ വിളിക്കാനുള്ളൊരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് പത്മിനി ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം യശോദ കാര്യം ചോദിക്കുന്നുണ്ട്. അന്നേരം രാധിക പറയണേ, പ്രിയങ്ക അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കാണും. എത്തിയെന്ന് ചോദിക്കാൻ വിളിച്ചതാ. ചിലപ്പോൾ അച്ഛന് വേണ്ടി വഴിപാട് നടത്താൻ അമ്പലത്തിലേക്കോ മറ്റോ പോയിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ ദേവന് വേണ്ടി എന്തോ വഴിപാടൊക്കെ നേർന്നിട്ടുള്ളതായിട്ട് പറഞ്ഞു. ചിലപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയതായിരിക്കും. അന്നേരം യശോദ പറയണേ, അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം അവളുടെ മനസ്സിൽ തോന്നിയാൽ നന്നായി. എന്താണെങ്കിലും അവളതൊക്കെ പൂർത്തിയാക്കിയിട്ട് വരട്ടെ. നല്ല ബുദ്ധി അവൾക്ക് തോന്നിയാൽ മതിയായിരുന്നു. ഈ സമയം മുത്തശ്ശി മനസ്സിൽ പറയണേ, പ്രിയങ്ക എത്തിയാൻ്റെ ഇപ്പോൾ എത്തിക്കാണും. തൽക്കാലം ഇപ്പോൾ പോലീസ് അന്വേഷണമൊന്നും വേണ്ട. അതിനുവേണ്ടിയാണ് അവൾ അമ്പലത്തിൽ പോയിന്ന് ഞാനിപ്പോൾ ഒരു കള്ളം പറഞ്ഞത്. അവൾ കുറച്ചും കൂടി സേഫായിട്ടുള്ള സ്ഥലത്തെത്തട്ടെ. ഇനി ലോകം മുഴുവൻ അവൾ അറിയപ്പെടാൻ പോകുമല്ലേ എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുന്നുണ്ട് മുത്തശ്ശി. ഇതേസമയം പത്മിനി പരമേശ്വരനോട് പറയണേ, പ്രിയങ്ക ഇതുവരെ അവിടെ എത്തിയിട്ടില്ലെന്ന്. എന്താണെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരവും കൂടി കാക്കാം. അന്നേരം പരമേശ്വരൻ പറയണേ, ശരി, കുറച്ച് നേരവും കൂടി നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യാം. ആ സമയം ചന്ദ്രശേഖരൻ ചോദിക്കണേ, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ? പോലീസിൽ പരാതി കൊടുക്കാനല്ലേ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഓരോന്നൊക്കെ ഓർത്തിട്ട് പേടിയാവുക. ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്ന് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രശേഖരനും എല്ലാവരുടെയും നെഞ്ചിലേക്ക് തീ കോരിയിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധിക ടെൻഷനിൽ അവിടെ ഇരിക്കുവാണ്. എന്നിട്ട് പ്രിയങ്കയുടെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുക. പക്ഷേ പ്രിയ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇന്നലെയാണെങ്കിൽ അവളെക്കുറിച്ച് നല്ലതല്ലാത്തൊരു സ്വപ്നവും കണ്ടു. മനസ്സിലാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയുടെ ഫോണിലേക്ക് വീണ്ടും രാധിക ഇങ്ങനെ വിളിക്കുവാണ്. ഈ സമയം അവിടെ കുപ്പിയും പാട്ടയും പെറുക്കണ ഒരു ചെക്കൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് പ്രിയങ്ക കിടക്കുന്ന ആ ഗോഡൗണിൻ്റെ ഉള്ളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്നത് അയാൾ കേൾക്കുവാണ്. അങ്ങനെ അയാൾ അതിനുള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഒരു ബാഗ് ഫോൺ ഇരിക്കുന്നത് കാണുവാണ് കേട്ടോ. അങ്ങനെ ഫോൺ കണ്ട് സന്തോഷത്തോടെ വേഗം പോയി ഫോൺ എടുക്കുമ്പോഴായിരിക്കും അവിടെ കത്തിക്കരിഞ്ഞതിനിടയിൽ ഒരു ബോഡി കിടക്കുന്നത് കാണുന്നത്. അത് കാണുന്നതും അയാൾ അലറി വിളിച്ചുകൊണ്ട് ബാഗും ഫോണും എടുത്ത് പുറത്തേക്ക് ഓടുവാണ്. ഈ സമയം അയാളുടെ ശബ്ദം കേട്ട് വന്ന രണ്ടുപേർ അതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി അവരും ബോഡി കണ്ട് അവിടെ നിന്ന് ഭയന്നോടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം ആ കുപ്പി പാട്ട വെറുക്കാൻ വന്ന ചെക്കനാണെങ്കിൽ പ്രിയങ്കേൻ്റെ ഫോണും എടുത്ത് ബാക്കി സാധനങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഓടിപ്പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദേവന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്ന രാധികനെയാണ്. ഈ സമയം ദേവൻ പ്രിയങ്ക എത്തിയില്ലെന്ന് ചോദിക്കുക. അന്നേരം രാധിക പറയുന്നുണ്ട്, അവൾ ഉടനെ തന്നെ ഇവിടെ എത്തിവെച്ചാൽ പ്രിയങ്ക മോള് വരാനൊന്നും പോകുന്നില്ല. അവൾക്ക് എന്നോട് ദേഷ്യമായിരിക്കും. ആരുടെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന എൻ്റെ ആഗ്രഹം. അവളെ എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് മോളെ. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ലെന്ന് എനിക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നും അമ്മ പറയുന്നത് മാത്രമാണ് അവളുടെ തലയിൽ നിൽക്കുന്നത്. ഞാൻ അടുത്ത് വിളിച്ചിരുത്തി അവളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. അവൾ ഞാൻ പറയുന്നത് കേൾക്കും. എനിക്കുറപ്പുണ്ട്. അച്ഛൻ വിഷമിക്കാതിരിക്കുക. അച്ഛൻ ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ പ്രിയങ്ക എത്താൻ. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പ്രിയങ്ക ഞാൻ അച്ഛന് മുമ്പിൽ കൊണ്ടു നിർത്തും. അച്ഛൻ നോക്കിക്കോ. അങ്ങനെ രാധിക ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് വരുവാണ്. ഈ സമയം യശോദ ചോദിക്കണേ, എന്തായി മോളെ, അച്ഛൻ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അച്ഛന് പ്രിയങ്കയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുക. അവളെ കൂട്ടിക്കൊണ്ടുവരാം. കണിമംഗലത്തുണ്ടാകുമല്ലോ അവൾ. അത് കേട്ടാൽ മുത്തശ്ശി വരണേ, അല്ലെങ്കിലും ആട്ടി ഇറക്കി വിട്ടാലും നാണോ മാനോ ഇല്ലാതെ കയറാൻ ഇവൾക്ക് പിന്നെ ഒരു മടിയില്ലല്ലോ. അതിനൊക്കെ പ്രത്യേക ഒരു തൊലിക്കെട്ട് തന്നെയാണ് വേണ്ടത്. അന്നേരം യശോദ ചോദിക്കുന്നുണ്ട്, മോളെ നീ അങ്ങോട്ട് പോയാൽ അത് പ്രശ്നമാവില്ലേ? അന്നേരം രാധിക പറഞ്ഞേ, എനിക്കായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ വരനെ വിളിക്കാം. വരനെ കൊണ്ട് പ്രിയങ്ക ഇവിടെ എത്തിക്കാനുള്ള വഴി നോക്കാം.
അമ്മ ധൈര്യയോടെ ഇരിക്കുക, ഞാൻ പ്രിയങ്കയും കൊണ്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഇത് കേട്ട് മുത്തശ്ശി മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറയണേ, പ്രിയങ്ക ഇപ്പോൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാകും, നിനക്കൊന്നും അവളെ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് സുകുമാരി അമ്മ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തെത്തുന്ന സൂര്യനെയും കൽപ്പനേനെയാണ് കേട്ടോ. ഈ സമയം ഉർവശി അവരുടെ അരികിലേക്ക് ചെല്ലുക. അന്നേരം സൂര്യയാണെങ്കിൽ നേരെ അകത്തേക്ക് ചെന്ന് വരുണിനെ വിളിക്കുവാണ്. ഈ സമയം ഉർവശി കൽപ്പനയോട് പറയണേ, അതെ ഇവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ നടന്നത്, പ്രിയങ്കയെ കാണാനില്ല, അതിൻ്റെ പിന്നിൽ ഭയങ്കര ദുരൂഹതയൊക്കെ ഉണ്ട്, ഇവിടെ ഇന്നലെ എന്തൊക്കെയാണ് നടന്നതെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് കൽപ്പനയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ്ട് ഉർവശി. ഇതേ സമയം വരുൺ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം സൂര്യ വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം പത്മിനിയും കൽപ്പനയും ഉർവശിയും ഒക്കെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അന്നേരം വരുണിനോട് സൂര്യ ചോദിക്കണേ, വരുൺ ഇത്ര നാളും നീ നിൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും ഈ ഏട്ടനോട് പറയുമായിരുന്നു, എന്നിട്ടും ഇക്കാര്യം എന്താ നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ഞാൻ ഈ കേട്ടതല്ല സത്യമാണോ? നിനക്ക് രാധിക ഇഷ്ടമാണോ? നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ? അതേന്ന് വരുൺ പറയണേ. പ്രിയങ്ക ഉപേക്ഷിച്ച് രാധികയെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പോകുവാണോ? അതെ. നീ വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലിയിട്ടത് രാധികയുടെ കഴുത്തിലാണോ? അതേ ഏട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യം അറിയായിരുന്നു അല്ലേ? ഞാൻ മാത്രം അറിയാനായിട്ട് വൈകിപ്പോയി. ഇവൻ താലി കിട്ടിയ ഇവൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ഇവൻ ജീവിക്കേണ്ടത്, അങ്ങനെയുള്ളപ്പോൾ ഇവനും രാധികൻ തന്നെയാണ് ഒന്നിക്കേണ്ടത്. എടാ വരണേ, അതിന് ഈ ഏട്ടൻ നിൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. സൂര്യയുടെ ഈ വാക്കുകൾ ഞെട്ടലോട് കൂടി നിൽക്കുവാണ് കൽപ്പന ഉർവശി പത്മിനിയൊക്കെ. എടാ സൂര്യ, നീ എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ അല്ലാതെ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചിരിക്കുമായിരുന്നല്ലോ. അമ്മ ശരിക്കും ഇവൻ്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവൻ്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുകയല്ല വേണ്ടത്, ഇവനെ രാധികയും ഒന്നിപ്പിക്കുകയല്ല വേണ്ടത്. എൻ്റെ അനിയൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം, അവനെടുക്കുന്നത് ശരിയായ തീരുമാനങ്ങളായിരിക്കും. അങ്ങനെ ഏട്ടൻ്റെ സപ്പോർട്ടും വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വരുണിന് ഒത്തിരി സന്തോഷമാകുവാണ്. വരുൺ സൂര്യയെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. ഈ സമയം ഇത് കണ്ടുവരുന്ന മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അന്നേരം മുത്തശ്ശി വരണേ, ഈ വീട്ടിൽ കാര്യങ്ങളെല്ലാം തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ. അന്നേരം പത്മിനി പറയുന്നുണ്ട്, ഡാ സൂര്യ, ദേ പരമേശ്വരനേട്ടൊക്കെ ഈ കാര്യം അറിഞ്ഞ് ആകെ വിഷമത്തിലാണ്, അപ്പോഴാണ് നീ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്. അന്നേരം സൂര്യ പറയണേ, ഇക്കാര്യം ഞാൻ അറിയാൻ ഇത്ര ലേറ്റായിപ്പോയി, അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിക്കൊള്ളാം, നീ അക്കാര്യം ഒന്നോർത്ത് വിഷമിക്കുകയും വേണ്ടടാ. അന്നേരം ഉർവശി വരണേ, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? കണിമംഗലത്തുള്ളവർ ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അന്നേരം സൂര്യ പറയുവാണ്, അതിന് അത്രയ്ക്ക് നാണം കെട്ട കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ നടന്നത്. ഇവൻ താലി കെട്ടി ഇവൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കണമെന്ന് ഇവൻ ആഗ്രഹിക്കുന്നു, അതിലിപ്പോൾ ആർക്കാ തെറ്റു പറയാൻ പറ്റുന്നത്? അന്നേരം മുത്തശ്ശി വരണേ, പത്മിനി നീ ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയൊന്നും വേണ്ട, നീ പ്രസവിച്ച 2 ആൺമക്കളും അന്തസ്സോടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അന്നേരം പത്മിനി പറയണേ, ദേ സൂര്യ, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ പറയുന്നത്. പ്രിയങ്ക മോളെ ഇന്ന് രാവിലെ തൊട്ട് കാണാനില്ല, അവൾ എവിടെയാണെന്ന് വെച്ചാൽ പോട്ടെ, അതൊക്കെയാണ് ഇവിടുത്തെ വലിയ കാര്യം. അല്ലെങ്കിൽ അവൾക്ക് ഈ വീട്ടിൽ എന്ത് സ്ഥാനമുള്ളത്? വരണേ, ആരൊക്കെ തന്നെ എതിർത്താലും ശരി, നിൻ്റെ കൂടെ ഈ ഏട്ടനുണ്ടാകും. രാധികയെ നമ്മളിവിടെ തിരികെ എത്തിക്കും. നീ ആഗ്രഹിച്ചതുപോലെ നീ രാധികയും ഒന്നിച്ച് ജീവിക്കും. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നിൻ്റെ ഒപ്പം നിന്ന് ചെയ്തു തരും. അങ്ങനെ ആ വാക്കുകൾ കേട്ട് വരുണിന് ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ സൂര്യ വരുണിനെ ചേർത്ത് പിടിച്ച് അവർ രണ്ടാളും റൂമിലേക്ക് കയറി പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാധികേനെയാണ്. ഈ സമയം രാധികയുടെ ഫോണിലേക്ക് ASP വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ രാധിക വണ്ടി നിർത്തി ഫോൺ എടുക്കുക. ഹലോ സാർ, എന്താണ്? അന്നേരം ആ പോലീസുകാരൻ പറയണേ, അതെ, ഇവിടെ അടുത്ത് ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി കത്തിക്കറങ്ങുന്ന നിലയിൽ കണ്ടുകിട്ടി. അതിൻ്റെ അടുത്തൊരു ബാഗ് ഉണ്ടായിരുന്നു, ആ ബാഗിൽ നിന്ന് കിട്ടിയ നമ്പറിലേക്കാണ് ഞാൻ വിളിച്ചത്. അതിൽ 2 പേരുടെ നമ്പറാണ് ഉണ്ടായത്. ഒന്ന് രാധികയുടെ ആയിരുന്നു, പിന്നൊന്ന് മിസ്റ്റർ വരുൺ. ഈ വരുൺ അറിയാമോ? ആ അറിയാം. ആരാ അത്? അത് പിന്നെ അത് എൻ്റെ അനിയത്തിയുടെ ഭർത്താവാ. ഓ അങ്ങനെയാണോ? നിങ്ങൾക്ക് 2 ആൾക്കും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ? അവിടെ മോർച്ചറിയിൽ ബോഡി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും. അല്ല, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മിസ്സിങ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്ന് രാധിക പറയണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാമോ? അതിനെന്താ സാർ, ഞാൻ ഉടനെ എത്താം എന്നും പറഞ്ഞ് രാധിക കോൾ കട്ട് ചെയ്യുവാണ്. അങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.